ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 158. ബത്സേദ കുളത്തിനരികിലെ തളർവാദ രോഗി. ഈശോ ജോണിനോട് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ മുമ്പേ നടക്കുന്നു. ദരിദ്രർക്ക് ഭിക്ഷ നൽകുകയും ചെയ്യുന്നു. ബത്സേദ കുളത്തിനടുത്ത് ഒരു തളർവാദ രോഗി അവൻ്റെ ചെറിയ കിടക്കയിൽ കിടന്ന് കരയുന്നത് കണ്ടു. നിനക്ക് സൗഖ്യം ലഭിക്കണമെന്ന് നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എഴുന്നേൽക്കൂ, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കൂ. കൽപ്പന നൽകാനായി ഈശോ നിവർന്നു നിന്നു. ആ നിവർന്ന കൂട്ടത്തിൽ തളർവാദ രോഗിയെയും എഴുന്നേൽപ്പിച്ചതുപോലെ തോന്നുന്നു. അയാൾ നിവർന്നു നിന്ന് 1, 2, 3 ചുവടുകൾ വെച്ചു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈശോയുടെ പിന്നാലെ നടക്കുന്നു. ശരിക്കും നടക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കിയതോടെ സന്തോഷം നിമിത്തം ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിച്ച് തിരിഞ്ഞു നോക്കി. എന്നാൽ നീ ആരാണ്? ദൈവനാമത്തിൽ എന്നോട് പറയൂ, ഒരു ദൈവദൂതനാണോ? ഞാൻ ദൈവദൂതനേക്കാൾ കൂടിയവനാണ്. എൻ്റെ പേര് ഭക്തി എന്നാണ്. നീ സമാധാനത്തിൽ പോവുക. ഈശോ ജനക്കൂട്ടത്തിൽ മറഞ്ഞു കഴിഞ്ഞു. വിവരം മനസ്സിലാക്കിയ നിയമജ്ഞരും പ്രീശരും സദുക്കായരും ഈശോ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങാറുള്ള വഴിയിൽ കാത്തുനിന്ന് ഈശോയെ ചോദ്യം ചെയ്യുകയാണ്. അനേകം പ്രാവശ്യം ഞങ്ങൾ നിന്നെ ശാസിച്ചെങ്കിലും നീ ഇപ്പോഴും സാബത്ത് ലംഘനം തുടരുകയാണല്ലോ. എന്നിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകനായി ബഹുമാനിക്കപ്പെടണമെന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? സന്ദേശവാഹകനോ? അതിനേക്കാൾ വലിയവൻ, ദൈവത്തിൻ്റെ പുത്രൻ. ദൈവം എൻ്റെ പിതാവാണ്. ഓ, അവൻ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നാ. എന്തൊരു ദൈവദൂഷണം! ആയിരിക്കുന്നവൻ ആരോ അവനാണ് ദൈവം. ദൈവത്തിന് മക്കളില്ല. ഗമാലിയലിനെ വിളിക്കൂ. ഇവന് ഉചിതമായ മറുപടി കൊടുത്ത് ഇവനെ പരാജയപ്പെടുത്തട്ടെ. അവരെ വിളിക്കൂ. അവർ അറിവുള്ളവരാണെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അവർ പറയും ദൈവം ഏകത്വവും ത്രിത്വവുമാണെന്ന്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും. വചനം, അതായത് ചിന്തയുടെ പുത്രൻ, പ്രവചനങ്ങൾക്കനുസൃതമായി ഇസ്രായേലിനെയും ലോകത്തെയും രക്ഷിക്കാൻ വന്നു. ആ വചനം ഞാനാകുന്നു. മുൻകൂട്ടി പറയപ്പെട്ടിരുന്ന മിശിഹ ഞാനാണ്. അതിനാൽ ഞാൻ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയുന്നതിൽ ദൈവദൂഷണമൊന്നുമില്ല. പിതാവിനെ പുത്രനിൽ നിന്ന് മാറ്റുകയോ പുത്രനെ പിതാവിൽ നിന്ന് മാറ്റുകയോ ചെയ്താൽ ആ സ്നേഹം നിങ്ങൾ വിസ്മരിക്കുകയായിരിക്കും ചെയ്യുക. എന്നെ ബഹുമാനിക്കാൻ നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ബഹുമാനിക്കേണ്ട. എന്നാൽ അക്കാരണത്താൽ എൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ദൈവം ഒരു നിമിഷത്തേക്ക് പോലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. ഞാനും പ്രവർത്തിക്കുന്നു. ഞാൻ ലോകത്തേക്ക് വന്നതും പ്രവർത്തിക്കാനാണ്. എൻ്റെ പ്രവർത്തികളുടെ പ്രകാശത്തിൽ ദൈവം ആത്മാക്കളെ പരിശോധിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തികളെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു. അതനുസരിച്ച് വിധിക്കുകയും ചെയ്യും. ഞാൻ പോകുന്നു. ജനങ്ങളുടെ ഇടയിൽ കൂടി തള്ളി വഴിയുണ്ടാക്കി ഈശോ പോകുന്നു. ആളുകളിൽ ചിലരെല്ലാം അംഗീകരിക്കുന്നുണ്ട്, ചിലരെല്ലാം നിശബ്ദരായിരിക്കുന്നു. ഫരിസേരെ ഭയന്ന് അവരും നടന്നു നീങ്ങുന്നു.